ഹലോ! നിദ്ര ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാറ്റത്തെ കിളിക്കൂടിന്റെ പുതിയ വിശേഷം നോക്കിയാലോ? അങ്ങനെ നമ്മളെ സുഭാഷ് ചേട്ടന് വേണ്ടിയിട്ട് പെണ്ണാലോചിക്കാൻ വീണ്ടും ഇവർ തയ്യാറായിട്ടുണ്ട് ട്ടോ. അങ്ങനെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് ഒരു കോഫി ഷോപ്പിലേക്ക് പോയതാണ് നമ്മളെ ഹരീഷ് മാത്രം കൂടെ ഇല്ല ട്ടോ. നമ്മളെ നികേഷും അതുപോലെ തന്നെ സുധീഷും സുഭാഷ് ചേട്ടനും എല്ലാവരും കൂടിയാണ് പോയത്. അവിടെ എത്തി പെണ്ണിനെയൊക്കെ കണ്ട് ഇവർ പോന്നിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ നമ്മളെ പോരുന്ന വഴിക്കാണ് ഇവര് പെൺകുട്ടി എങ്ങനെയുണ്ടെന്നൊക്കെ നമ്മളെ സുഭാഷ് ചേട്ടനെ ചോദിക്കുന്നത്. ആ കുട്ടിയുടെ കൂടെ വേറൊരാളും കൂടി ഉണ്ടായിരുന്നു ട്ടോ. അത് ബെസ്റ്റി ആണെന്നാണ് ആ കുട്ടി പറഞ്ഞത്. അപ്പോൾ ഇവരെല്ലാവരും കൂടി അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയിലാണ് ട്ടോ. ബെസ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സുധീഷ് പറഞ്ഞത് കറക്റ്റ് ആൻസറാന്ന് തോന്നുന്നു. ഫ്രണ്ടിന്റെയും ബെസ്റ്റ് ഫ്രണ്ടിന്റെയും ഇടയിലുള്ള ഒരു പൊസിഷനാണ് അവരുത് എന്നാണ് നമ്മുടെ സുധീഷ് പറയുന്നത്. എന്തായാലും ആ പെൺകുട്ടിയെ കുറിച്ച് വലിയ അഭിപ്രായമൊന്നും ഇവർക്ക് എന്തായാലും ഇല്ല. ലാസ്റ്റ് നമ്മളെ സുഭാഷ് ഏട്ടൻ തന്നെ ആ കല്യാണക്കാര്യം വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. കൂടെ ഇവരും കൂടി പറഞ്ഞു ഇവർക്കും താല്പര്യമില്ലായിരുന്നു. കാരണം സുഭാഷ് ഏട്ടനെ പോലെ ഒരാൾക്ക് ഇത്തരത്തിലൊരു മോഡേൺ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ഇവർക്കും താല്പര്യമില്ലായിരുന്നു. അങ്ങനെ അത് വേണ്ടാന്നൊക്കെ വെച്ച് ഇവർ വീട്ടിൽ വന്ന് അന്ന് രാത്രി തന്നെ നമ്മളെ വീട്ടിലേക്ക് ഈ സുനന്ദ കയറി വരുന്നുണ്ട് പിന്നാമ്പുറ വാതിലിലൂടെ. അപ്പം എന്തിനാ സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇങ്ങോട്ട് കയറി വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. നീ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായത്, എൻ്റെ അനിയന്മാരെ സ്റ്റേഷനിൽ കയറ്റി ഒന്നും അറിയാത്ത, അന്ന് നീ ഒന്നും പറയാൻ വന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇത് കണ്ടിട്ട് നമ്മളെ സുധീഷും ഹരീഷും നികേഷൊക്കെ ചൂടായി വരുന്നുണ്ട്. നമ്മളെ നിധിയാണെങ്കിൽ അവരെ തടഞ്ഞു നിർത്തട്ടെ, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളൂ, ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളെ സുനന്ദയാണെങ്കിൽ വളരെ സങ്കടകരമായിട്ടാണ് സുഭാഷ് ഏട്ടനോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. തൻ്റെ സ്നേഹം ഇങ്ങനെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സുഭാഷ് ഏട്ടൻ എന്തായാലും ഉള്ളിൽ സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ഇനി പുതിയൊരു അധ്യായം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട. സുനന്ദയുടെ കല്യാണമൊക്കെ എന്തായാലും ശരിയായിട്ട് നിൽക്കല്ലേ, തൻ്റെ കല്യാണം നോക്കുന്നുണ്ട്, അതുകൊണ്ട് ഈ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്യുക, ഉള്ളിലെ സ്നേഹം ഒതുക്കുക എന്നുള്ള ലെവലിലാണ് സുഭാഷ് ഏട്ടൻ പെരുമാറുന്നത്. എന്തായാലും ഈ ഒരു കാര്യം നമ്മുടെ അച്ഛന് തീരെ ഇഷ്ടമല്ല. ഭാസ്കരൻ അച്ഛന് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് നമ്മളെ സുനന്ദ ഈ പിന്നാമ്പുറ വാതിലിലൂടെ ഇങ്ങനെ കടന്നു വരുന്നതും ഇവിടെ വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നതൊന്നും ഇഷ്ടമല്ല. കാരണം എന്താ വെച്ചാൽ അന്ന് എന്തായാലും സ്റ്റേഷനിൽ വരെ കയറ്റിയ സംഗതിയും പിന്നെ പഴയ ഓരോ ബന്ധത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കൂടുതൽ പ്രശ്നമായത് അന്ന് സ്റ്റേഷനിലെ കാര്യമാണ്. എന്തായാലും ഭാസ്കരൻ അച്ഛൻ ഇത് കണ്ടിട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ നമ്മുടെ സുനന്ദയോട് അവിടുന്ന് ഇറങ്ങി പോകാനൊക്കെ പറഞ്ഞു. പക്ഷെ സുനന്ദ കുറേ നേരം അത് കേട്ടൊക്കെ നിന്നിട്ടോ. സുഭാഷ് ഏട്ടൻ തടയുന്നുണ്ട്. അച്ഛന് ഒരുപാട് അങ്ങ് ചൂടായപ്പം സുഭാഷ് ഏട്ടൻ അച്ഛനെ തടയുന്നുണ്ട്. പക്ഷേ അച്ഛൻ അതിന് നിന്ന് കൊടുക്കുന്നില്ല. അച്ഛൻ എന്തായാലും അവിടുന്ന് വളരെ ഹാർഡായിട്ട് നമ്മളെ സുനന്ദയോട് പെരുമാറണം, ഇറങ്ങി പോടി എന്നൊക്കെ പറയുന്നുണ്ട്. അവസാനം സഹിക്കാൻ വയ്യാതെ നമ്മുടെ സുനന്ദ അവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. ഒരു പെൺകുട്ടിക്ക് സഹിക്കാൻ പറ്റാവുന്നതിലും അപ്പുറം ഭാസ്കരൻ അച്ഛൻ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഭാസ്കരൻ അച്ഛന് നീ ഞങ്ങളെല്ലാവരും കൂടി പറ്റിക്കുകയാണോ, നിന്റെ സ്നേഹമൊക്കെ കപടമാണെന്നുള്ള രീതിയിലും സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്നും നമ്മളെ സുനന്ദയെ സംബന്ധിച്ച് സഹിക്കാൻ പറ്റാത്ത കാരണങ്ങളാണ്. എന്തായാലും പഴയ കാര്യങ്ങളും ഇപ്പോഴത്തെ കാര്യങ്ങളും എല്ലാം പറഞ്ഞ് ആ പെൺകുട്ടിയോട് അതിയായിട്ട് നമ്മുടെ ഭാസ്കരൻ അച്ഛൻ ദേഷ്യപ്പെടുന്നുണ്ട്. അവസാനം സഹിക്കാൻ വയ്യാതെ ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് തോന്നി നമ്മൾ സുനന്ദ എന്തായാലും അവിടെ നിന്ന് പോയിട്ടുണ്ട്. അപ്പം പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ സുഭാഷ് ഏട്ടനെ എത്തി നോക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും സുഭാഷ് ഏട്ടൻ അങ്ങനെ പറഞ്ഞതൊക്കെ ഭയങ്കര ഹേർട്ടായിട്ടുണ്ടായിരിക്കാം. കാരണം എന്തായാലും അയാൾ സ്നേഹിക്കുന്ന കുട്ടിയാണല്ലോ, തിരിച്ചും സ്നേഹിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഹേർട്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷേ അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഒന്നും പറയാൻ കഴിയാതെയാണ് അവരെല്ലാവരും നിന്ന് പോയത്. എന്തായാലും നിധിയെ സംബന്ധിച്ചും വളരെ വിഷമകരമായിട്ടുള്ള കാര്യമാണ്. കാരണം നിധിക്ക് സുനന്ദയോട് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇത് ഉണ്ടായിട്ടുണ്ട്. കാരണം സുനന്ദയുടെ സ്നേഹം നമ്മളെ നിധി മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. അന്ന് രാത്രി തന്നെ നമ്മളെ നിധി സുധീഷിനെയും കൂട്ടി പുറത്ത് പോയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. സുധീഷിനെ സംബന്ധിച്ച് ഇതൊക്കെ വളരെ സന്തോഷപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. ഇങ്ങനെ നിധി പുറത്തേക്ക് വിളിക്കുമ്പോൾ പോകുന്നതും അങ്ങനെ സംസാരിക്കുന്നതൊക്കെ. പക്ഷേ ഈ മാറ്റർ വേറെ ആയി പോയിന്നുള്ളൂ. ഇത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നുമല്ല. വീണ്ടും സുഭാഷ് ഏട്ടൻ്റെ കാര്യം തന്നെയാണ് നിധി എടുത്തിട്ടുകൊണ്ടിരിക്കുന്നത്. സുഭാഷ് ഏട്ടന് വേണ്ടിയിട്ട് നമുക്ക് സുനന്ദയെ ഒന്നും കൂടി നോക്കിയാലോ, ഇങ്ങനെയല്ല ആരും അറിയാതെ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വിവാഹം ചെയ്താലോ, അപ്പോൾ പിന്നെ അവൾ മാത്രം വന്നാൽ മതിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും സുധീഷ് ഇതൊരിക്കലും നടക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. നീ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്തെങ്കിലും ചിന്തിക്കുക നിധി, ഇതൊന്നും ഒരിക്കലും നടക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെ നിധിയാണെങ്കിൽ പറയുന്നുണ്ട് ഞാനും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ, പക്ഷെ നീ എല്ലാം ഇട്ടെറിഞ്ഞ് വരാനുള്ളൊരു ധൈര്യം കാണിച്ചു. ആ പെൺകുട്ടി അത് കാണിക്കുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ എന്തായാലും സുധീഷ് ഇതിനെ നന്നായിട്ട് എതിർക്കുന്നുണ്ട്. ഇതൊരിക്കലും നടക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ നിധി ഇത് നമുക്ക് നോക്കാം, നടക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അവരുടെ സ്നേഹം നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ ഒരു കൂട്ടുകാരിയും ഇതുപോലെ തന്നെ ഇഷ്ടപ്പെടാത്ത ഒരാളെ വിവാഹം കഴിച്ചിരുന്നു. ഒരു 2 മാസം പോലും തികച്ച് ജീവിച്ചിട്ടില്ല. അതൊക്കെ കാണുമ്പോൾ പേടിയാവുന്നു. സുനന്ദയുടെ ജീവിതത്തിലും ഇനി ഇത് തന്നെയല്ലേ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നിധി വീണ്ടും തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണ് സുനന്ദയെയും സുഭാഷ് ഏട്ടനെയും ഒന്നിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും സുധീഷ് ഇതിന് കൂട്ട് നിൽക്കുന്നില്ല. സുധീഷിന് എന്തായാലും നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് സുധീഷ് സംസാരിക്കുന്നത്. പക്ഷെ നിധി വിട്ടുകൊടുക്കുന്നില്ല. നിധിക്ക് എങ്ങനെയെങ്കിലും സുഭാഷ് ഏട്ടനെയും സുനന്ദയും ഒന്നിപ്പിക്കണം എന്നുള്ള
ഒരു ചിന്താഗതി മാത്രമേ ഉള്ളൂ. എന്തായാലും അവൾ അത് ശ്രമിക്കും തന്നെയാണ് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് നടക്കുക, സുനന്ദയെ കണ്ട് ചിലപ്പോൾ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ മതിയാവും. പക്ഷെ സുനന്ദ അതിന് നിന്ന് കൊടുക്കുമോ, ധൈര്യം കാണിക്കുമോ എന്നില്ലെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ എല്ലാം വെയിറ്റ് ചെയ്ത് കാണാം ഗൈസ്. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. ബൈ.